പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കിഴക്കിനെ പടിഞ്ഞാറുമായി ബന്ധിപ്പിച്ച ഒരു വ്യാപാര പാതയുണ്ടായിരുന്നു, സിൽക്ക് റോഡ്. പട്ടും സുഗന്ധവ്യഞ്ജനങ്ങളുമെല്ലാം ആ പാതയിലൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഇന്ന് ആ പഴയ കഥയ്ക്ക് ഒരു പുതിയ മുഖം വന്നിരിക്കുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അഥവാ ലോകത്തെ ഒന്നായി ബന്ധിപ്പിക്കുന്ന പുതിയ സിൽക്ക് റോഡ്. ഇതൊരു റോഡ് മാത്രമല്ല, റോഡുകളും റെയിൽ പാതങ്ങളും തുറമുഖങ്ങളും പൈപ്പ് ലൈനുകളും കൊണ്ട് ലോകത്തെ ഒരു വലിയ വല പോലെ ബന്ധിപ്പിക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റാണിത്. ചൈനയുടെ ഈ സ്വപ്ന പദ്ധതി ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ പുതിയ പാതയിലൂടെ ഒരു യാത്ര പോയാലോ? നമുക്ക് നേരെ യൂറോപ്പിലേക്ക് പോകാം. ഡ്യൂസ്ബർഗ്, ജർമ്മനി ഒരു കാലത്ത് കൽക്കരിയുടെയും ഉരുക്കിന്റെയും തകർച്ചയിൽ നിശ്ചലമായി പോയ ഒരു വ്യവസായ നഗരം. എന്നാൽ ഇന്ന് ചൈനയിൽ നിന്നുള്ള ചരക്കുകളുടെ കുത്തൊഴുക്കിൽ ഈ നഗരം വീണ്ടും ഉണർന്നിരിക്കുന്നു. ചൈനയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ വെറും 12 ദിവസം കൊണ്ട് ഇവിടെ എത്തും. വിമാനത്തേക്കാൾ ലാഭം, കപ്പലിനേക്കാൾ വേഗത. ഈ ഒരൊറ്റ കാരണം മതി ചൈനീസ് കമ്പനികൾക്ക് ഡ്യൂസ്ബർഗിനെ തങ്ങളുടെ യൂറോപ്പിലെ ആസ്ഥാനമാക്കാൻ. യൂറോപ്പിലെത്തുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ 1/3 ഇറങ്ങുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ജനോവ, ഇറ്റലി, മെഡിറ്ററേനിയൻ തീരത്തെ ഈ പുരാതന തുറമുഖത്തിന് ഒരു പുതുജീവൻ വേണമായിരുന്നു. ആ സഹായം വന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയുടെ സർക്കാർ ഷിപ്പിംഗ് കമ്പനിയായ കോസ്കോ ഇന്ന് ജനോവ തുറമുഖത്തെ പ്രധാനികളിൽ ഒരാളാണ്. പുതിയ നിക്ഷേപങ്ങൾ, ജോലികൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കൂടെ ആശങ്കകളുമുണ്ട്. ചൈനീസ് കമ്പനികളുടെ കർശനമായ തൊഴിൽ രീതികളുമായി യൂറോപ്യൻ തൊഴിലാളികൾക്ക് എത്ര കാലം പൊരുത്തപ്പെടാനാകും? സാമ്പത്തികമായി പിന്നോട്ട് പോകുമ്പോൾ മറ്റു വഴികളില്ലാതെ ഈ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പലരും. ലീച്ച്, ബെൽജിയം. ഓൺലൈൻ ഷോപ്പിംഗിലെ ഭീമനായ ആലിബാബയുടെ യൂറോപ്പിലെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൂറ്റൻ കാർഗോ എയർപോർട്ട്. ഇതാണ് ലീജിയെ ആലിബാബയുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കിയത്. എന്നാൽ ഈ വികസനത്തിന് ഒരു ഇരുണ്ട മുഖമുണ്ട്. വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണം, ഗതാഗത കുരുക്ക്, ഒരു തലമുറയുടെ സാമ്പത്തിക പ്രതീക്ഷ അടുത്ത തലമുറയുടെ പാരിസ്ഥിതിക ആശങ്കകളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ. മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ പുതിയ ചങ്ങാത്തം യൂറോപ്പിൽ സാമ്പത്തികമായി ചുവടുറപ്പിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ചൈന ഒരു പുതിയ തന്ത്രമാണ് പയറ്റിയത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളിൽ ലോകം ശ്രദ്ധ തിരിച്ചപ്പോൾ ആ അവസരം മുതലെടുത്ത് ചൈന നിശബ്ദമായി തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങൾ ചൈനയുമായി അടുക്കുന്നത്? അതിനൊരു പ്രധാന കാരണമുണ്ട്. ചൈനയുടെ മുദ്രാവാക്യം ഇതാണ്: ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, മനുഷ്യാവകാശത്തെക്കുറിച്ച് ക്ലാസ് എടുക്കില്ല, നമുക്ക് കച്ചവടം മാത്രം സംസാരിക്കാം. പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിസ നിയമങ്ങൾ കർശനമാക്കിയപ്പോൾ ചൈന അറബ് പൗരന്മാർക്ക് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടു. ഈജിപ്തുമായി ചേർന്ന് വ്യോമാഭ്യാസം നടത്തി. പരസ്പരം പോരടിച്ചിരുന്ന സൗദി അറേബ്യയെയും ഇറാനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സമാധാന കരാറുണ്ടാക്കിയതിനു പിന്നിലും ചൈനയുടെ ഈ കുരുട്ടുബുദ്ധി നിറഞ്ഞ നയതന്ത്രമായിരുന്നു. കഴിഞ്ഞ 2 ദശാബ്ദത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റുമായുള്ള ചൈനയുടെ കച്ചവടം 3 ഇരട്ടിയായി വർദ്ധിച്ചു. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും സാമ്പത്തികമായി കളം ഭരിക്കുന്നത് ഇന്ന് ചൈനയാണ്. ഈ യാത്ര എങ്ങോട്ട്? ഈ പുതിയ സിൽക്ക് റോഡിന്റെ അടുത്ത ഘട്ടം ഡിജിറ്റലാണ്. 5G നെറ്റ്വർക്കുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൗരോർജം, ഈ മേഖലകളിലെല്ലാം ചൈന തങ്ങൾ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ പുതിയ സിൽക്ക് റോഡ് വെറും ഒരു വ്യാപാര പാതയല്ല, അത് അവസരങ്ങളുടെ ഒരു വലിയ ലോകം തുറന്നിടുന്നുണ്ട്. ഒപ്പം ആശ്രയത്വത്തിന്റെ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഇത് ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിവരയ്ക്കുന്ന ഒരു ചരിത്ര സംഭവമാണ്. ഈ യാത്രയിൽ ഓരോ രാജ്യത്തിനും സ്വന്തം വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. ആഗോള ഗ്രാമത്തിലെ ഈ പുതിയ പാതയിലൂടെയുള്ള യാത്രയിൽ അടുത്ത വളവിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.